നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും തിരിച്ചു കയറി. ഇനി ഓണമാണ് വരുന്നത്. ഈ ഒരു ആഘോഷവേളകളിലൊക്കെ തന്നെ സ്വർണം വാങ്ങുന്നവർ ധാരാളമാണ്. ഇന്നലെ രാവിലെ വർദ്ധിക്കുകയും ഉച്ചയ്ക്ക് കുറയുകയും ചെയ്തിരുന്നു സ്വർണ്ണവില. പക്ഷേ ഇന്ന് വില കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. വിപണിയിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടത്തിനാണ് സാധ്യത കാണുന്നത്. എങ്കിലും വലിയ തോതിലുള്ള ഇടിവ് പ്രതീക്ഷിക്കരുത്. ഇന്ന് വില കൂടിയ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ പഴയ സ്വർണം വിൽക്കാൻ താല്പര്യപ്പെട്ടേക്കാം. ഇറാനെതിരെ പഴയ ഭീഷണിയുടെ സ്വരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റിയിട്ടുണ്ട്. യുദ്ധത്തിന് ഇനി സാധ്യതയില്ല എന്നാണ് പുതിയ വിവരം. പകരം സാമ്പത്തികമായി ഇറാനെ പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കം നടത്തിയേക്കാം. ഹോർമുസ് പാത എങ്ങനെയെങ്കിലും തുറന്നു കിട്ടാനുള്ള നീക്കത്തിലാണ് അമേരിക്ക. GCC രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയും സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഏറ്റക്കുറച്ചിലുകൾ സ്വർണ്ണവിലയിലും രേഖപ്പെടുത്തുന്നത്. ഏതായാലും ഇന്നത്തെ സ്വർണ്ണവില 22 ക്യാരറ്റ് ഗ്രാം വില 14,195 പവൻ വില 1,13,560 രൂപയാണ്. 18 ക്യാരറ്റ് സ്വർണ്ണവില 11,660 ഗ്രാമിന്റെ വില. പവൻ വില 93,280. 14 ക്യാരറ്റ് ഗ്രാം വില 9,085 പവൻ വില 72,680. 9 ക്യാരറ്റ് വില 5,855 പവൻ വില 46,840. വെള്ളി ഗ്രാം വില 255. സ്വർണ്ണവില വീണ്ടും കുതിച്ചു തുടങ്ങിയതോടെ കടുത്ത നിരാശയിലാണ് ആഭരണ പ്രേമികൾ. മുനാഴ്ചകളിൽ സംഭവിച്ചതുപോലെ സ്വർണം വീണ്ടും താഴേക്ക് പോകുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. എന്നാൽ വരും ആഴ്ചകളിലും ആഭരണ പ്രേമികൾക്ക് നിരാശ നൽകിക്കൊണ്ട് സ്വർണം കുതിക്കുമെന്ന് പറയുകയാണ് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്. ഓണത്തിന് സ്വർണ്ണവില വൻ കുതിപ്പ് നടത്തുമെന്നും മേരി ജോർജ് വിശദീകരിച്ചു. സി ന്യൂസ് മലയാളം ചർച്ചയിൽ അവർ പങ്കുവെച്ചത് ഇങ്ങനെയാണ്: സ്വർണ്ണവില എന്താകുമെന്ന് കൃത്യമായി പ്രവചിക്കണമെങ്കിൽ യുദ്ധ അന്തരീക്ഷം പൂർണ്ണമായി മാറണം. എന്നാൽ ഒരു കാരണവശാലും പൂർണ്ണമായി മാറും എന്ന പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത രീതിയിലാണ് ഇറാന്റെയും പെരുമാറ്റം. പോരാത്തതിന് പാകിസ്ഥാനും സൗദി അറേബ്യയും ഇറാഖും ഒക്കെയും കൂടെ ചേർന്ന് ഒരു സഖ്യവും രൂപപ്പെട്ടിരിക്കുന്നു. അത് അപകട ഭീഷണിയാണ് നൽകുന്നത്. യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയിലേക്കല്ല അത് വിരൽ ചൂണ്ടുന്നത്. അതോടൊപ്പം തന്നെ ട്രംപും ഇറാനും നേർക്കുനേർ നിൽക്കുന്നു. സമാധാന ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴും ഇസ്രായേൽ ഹമാസിനെതിരെയുള്ള ആക്രമണം ഒരു കാരണവശാലും നിർത്തില്ലെന്നും ഹമാസ് ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്നും ഇസ്രായേൽ പറയുന്നു. അതായത് ഒരു കാരണവശാലും സമാധാനം സാധ്യമാകില്ല എന്ന്. അതേസമയം തന്നെ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. പലിശ നിരക്ക് വർദ്ധിപ്പിച്ചാൽ ട്രഷറി ബോണ്ടുകളുടെ വില ഉയരും. US ഡോളർ ശക്തമാകും. അതോടെ സ്വർണത്തിൽ നിക്ഷേപിച്ച നിക്ഷേപകർ സ്വർണത്തെ വിട്ട് അമേരിക്കൻ ഡോളറിലേക്കും അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിലേക്കും പോകും. നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. അതായത് US ഡോളർ ഇപ്പോൾ നിൽക്കുന്ന നിലയിൽ തന്നെ തൽക്കാലം നിൽക്കട്ടെ എന്നതാണ് ബാങ്കിന്റെ നിലപാട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും റിപ്പോ നിരക്കിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ സ്വർണത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ETF-ലേക്ക് ഇപ്പോഴും പണമൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഷെയർ മാർക്കറ്റിൽ കളിച്ചിരുന്നവർ കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് മാറിയിട്ടുണ്ട്. കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വന്നാൽ 1,200 കോടിയുടെ സ്വർണം കേരളത്തിൽ മാത്രം വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. കേരളത്തിൽ ഓണം വരികയാണ്. അക്ഷയ തൃതീയ പോലെ തന്നെ ഓണത്തിനും എല്ലാവരും സ്വർണം വാങ്ങാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യമെല്ലാം സ്വർണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യത കൂട്ടുകയേ ഉള്ളൂ. അതുകൊണ്ട് സ്വർണത്തിന്റെ വില നാളെയും മറ്റന്നാളും ഒക്കെ ഉയർന്നു പോയേക്കാനാണ് സാധ്യത. ഓണം വരെയും തീർച്ചയായും സ്വർണത്തിന്റെ വില വലിയ തോതിൽ താഴേക്ക് പോകുമെന്ന് കരുതേണ്ട. ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ സമ്പാദ്യ മാർഗമാണ് സ്വർണം. വില ഇത്തിരി താഴേക്ക് പോയേക്കാം, പക്ഷെ ഒരിക്കലും അപകടകരമായ രീതിയിൽ താഴേക്ക് പോകില്ല. ആ സുനിശ്ചിതത്വം സ്വർണത്തിന്റെ മൂല്യത്തിൽ എന്നും ഉണ്ടായിരുന്നു. അതിങ്ങനെ മുകളിലേക്ക് തട്ടുതട്ടായി പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഭൂമി വാങ്ങിയാൽ വിറ്റ് പണമാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഷെയറിന്റെ കാര്യത്തിലും ലാഭനഷ്ടങ്ങൾ വിഷയമാണ്. എന്നാൽ സ്വർണത്തിന്റെ കാര്യം അങ്ങനെയല്ല. ഏത് സാഹചര്യത്തിലും എവിടെയും കൊണ്ട് പണയപ്പെടുത്തി നമുക്കത് പണമാക്കി മാറ്റാൻ കഴിയും. അതായത് സ്വർണം എപ്പോഴും മൂല്യം കാത്തു സൂക്ഷിക്കുക മാത്രമല്ല, മൂല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. സ്വർണം ഇനി എങ്ങോട്ട് എന്നത് പ്രവചനാതീതമായ സ്ഥിതിയാണ്. ഈ വർഷം ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥിതിയിൽ തന്നെയായിരുന്നു സ്വർണം പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമായത്.
ശക്തമായതും സ്വർണ്ണവില താഴേക്ക് പോയതും. എന്നാൽ യുദ്ധം ഏകദേശം വീണ്ടും ഒരു സമാധാനത്തിലേക്ക് എത്തും എന്നുള്ള തരത്തിലേക്കൊക്കെയുള്ള വാർത്തകൾ വരികയും ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നുവെന്ന പ്രതീക്ഷ ശക്തമാകുകയും ചെയ്തതോടെ സ്വർണം വീണ്ടും കുതിച്ചു തുടങ്ങി. പക്ഷെ വീണ്ടും യുദ്ധസമാന സാഹചര്യം ഉണ്ടാവുകയോ സംഘർഷം കൂടുതൽ വ്യാപിക്കുകയോ ചെയ്താൽ സ്വർണ്ണവില വീണ്ടും താഴേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. സ്വർണ്ണ ആഭരണശാലകളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങൾ ഉണ്ടായിരുന്ന ബിസിനസിന്റെ അളവ് നേരെ പകുതിയോടടുത്ത് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. മുൻകാലങ്ങളിൽ വെയിറ്റുള്ള ആഭരണങ്ങൾ വാങ്ങിയിരുന്ന ആളുകളൊക്കെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലേക്ക് ചുവട് മാറ്റിയതോടുകൂടി സ്വർണ്ണാഭരണശാലകൾ തങ്ങളുടെ ടാർജറ്റുകൾ മാറ്റി നിശ്ചയിക്കുന്ന അവസ്ഥയിലായി. കടകളിലൊക്കെ ചെറിയ തോതിലൊക്കെയുള്ള വാങ്ങലുകൾ നടക്കുന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ മേടിച്ചുകൊണ്ടിരുന്ന തരത്തിലൊരു വ്യാപാരം ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.